എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പുതിയ വിശേഷങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ചൊറിഞ്ഞ് പുണ്ണാക്കി. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് കൊല്ലുന്നത് പോലെയാണ് എമ്പുരാനെ ചൊറിഞ്ഞ് പുണ്ണാക്കിയതുപോലെ ഇപ്പം എമ്പുരാൻ്റെ സിനിമയുടെ നിർമ്മാതാക്കൾ പെടപ്പെടുന്ന പാട്. അതായത് എമ്പുരാൻ സിനിമയുടെ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് BJPക്കും സംഘപരിവാറിനും ഒട്ടും ദഹിക്കാത്ത വിധത്തിൽ ഗുജറാത്ത് കലാപത്തെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സിനിമ കൊണ്ടുവന്നതിലുള്ള പ്രതികാരം, കൂടാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന അണ്ണനെ സ്തുതിപ്പിക്കാത്തതിലുള്ള പ്രതികാരം. അപ്പോൾ ഈ രണ്ട് പ്രതികാരങ്ങളും കൂടി എമ്പുരാനെ ചൊറിഞ്ഞ് പുണ്ണാക്കി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ഈ കാര്യങ്ങൾ മുഴുവനും തമ്പുരാനായ മോദിയുടെ അടുക്കയും അമിത്ഷാ എന്ന് പറയുന്ന അണ്ണൻ്റെ അടുക്കയും ചെന്നെത്തുകയും ചെയ്തതോടുകൂടെ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂസുകൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായ ഗോകുലം ഗോപാലൻ്റെ വീട്ടിൽ ഇപ്പം അണ്ണന്മാർ കയറി ഇറങ്ങിയാണ്. ED ഉദ്യോഗസ്ഥന്മാർ, എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കള്ളപ്പണം സെർച്ച് ചെയ്യുന്നതിനും പിടിക്കുന്നതിനും അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുള്ള റെയ്ഡ് വീടിലും ഓഫീസുകളിലും എമ്പുരാൻ സിനിമയുടെ ഡയറക്ടറായ ഗോകുലം ഗോപാലൻ്റെ വീടുകളിൽ ED ഉദ്യോഗസ്ഥന്മാർ കയറി ഞരങ്ങുകയാണ്. അതിൻ്റെ പിന്നിൽ സംഘപരിവാറും സംഘടനകളുമാണ് എമ്പുരാനെ ചൊറിഞ്ഞ് പുണ്ണാക്കി തമ്പുരാൻ്റെ അടുക്ക എത്തുകയും തമ്പുരാൻ ഇപ്പോൾ EDയെ വെച്ച് എമ്പുരാൻ്റെ ഡയറക്ടർമാർക്കെതിരെ, സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ, വിതരണക്കാർക്കെതിരെ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെതിരായിട്ടൊക്കെ ഇപ്പം ED ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങി റെയ്ഡ് നടത്തുകയാണ്. ഈ വിവരങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താണ് കേരളത്തിൽ നടക്കുന്ന? ഒരു സിനിമയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളെയും ചാനലുകളും എല്ലാം എമ്പുരാൻ്റെ സിനിമയുടെ റിലീസിങ് കൊട്ടിഘോഷിക്കുകയും എമ്പുരാൻ സിനിമയെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ 10,000 കോടി ക്ലബിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുകയും വ്യാജ വാർത്തകളൊക്കെ നൽകി വൈഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആ സിനിമയെ ചൊറിഞ്ഞ് പുണ്ണാക്കി ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കൾ ഒരിക്കലും അതിൻ്റെ സീനുകളെല്ലാം കട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, എഡിറ്റിംഗ് എല്ലാം വീണ്ടും എഡിറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഇത് രണ്ടാമത്തെ ഘട്ടം. എമ്പുരാൻ സിനിമയെ ചൊറിഞ്ഞ് പുണ്ണാക്കിയതിൻ്റെ രണ്ടാം ഘട്ടം. അതായത് എമ്പുരാനെ പൊക്കി മോദി അണ്ണന് സ്തുതിക്കാതെ വന്ന് തമ്പുരാന് സ്തുതിക്കാതെ വന്ന് തമ്പുരാനിപ്പോൾ എമ്പുരാൻ്റെ പിറകെ നിന്ന് ആളെ പറഞ്ഞയച്ച് ഉന്മൂലനാശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ടമായിട്ട് എമ്പുരാന് ആദ്യം സെൻസർ ബോർഡിൻ്റെ കട്ടിങ് വന്നു. രണ്ടാം ഘട്ടമായിട്ട് EDയുടെ റെയ്ഡ് നടക്കുകയാണ്, വ്യാപകമായിട്ടുള്ള റെയ്ഡ്. അത് കഴിഞ്ഞ് ഗോകുലം ഗോപാലൻ്റെ വീട് അടുക്കളയെല്ലാം ED ഉദ്യോഗസ്ഥർ ഞരങ്ങി റിപ്പോർട്ട് വെളുപ്പിച്ചതിന് ശേഷം രണ്ടാം ഘട്ടം പൃഥ്വിരാജ്, അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അതിൻ്റെ ഒരു നടനായിട്ടുള്ള പൃഥ്വിരാജ്, നിർമ്മാതാവായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ EDയുടെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഛേദവികാരം നിങ്ങൾ മനസ്സിലാക്കുക. സംഘപരിവാറിനും സംഘത്തിനും എതിരായുള്ള എമ്പുരാൻ്റെ പോക്ക് അപകടത്തിലേക്കാണ്, അല്ലെങ്കിൽ നഷ്ടം വരുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത്. ഇതിന് പ്രധാന കാരണം ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ തമ്പുരാന് രസിക്കാത്ത വിധത്തിൽ അതിനെ കുളിപ്പിച്ച് ചൊറിഞ്ഞ് പുണ്ണാക്കിയതിൻ്റെ ദുരന്ത ഫലമാണ്, റിസൾട്ടാണ് ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം പൃഥ്വിരാജിനും ഉറക്കമില്ലാതായിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഇതിൻ്റെ ഈ സിനിമ ഡയറക്ടർമാരും സിനിമയുടെ സംവിധായകരും എല്ലാം അതിൻ്റെ സംഘാടകരും എല്ലാം തന്നെ ഈ സിനിമയെ കട്ട് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായി. മോഹൻലാലിന് മാപ്പ് പറയേണ്ടി വന്നു. പൃഥ്വിരാജിൻ്റെ അമ്മ പൊതുജനങ്ങളുടെ മുമ്പിലും വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിലും പൊട്ടിത്തെറിച്ചും സങ്കടപ്പെട്ടും കരഞ്ഞുമെല്ലാം പരാതി പറയേണ്ടി വന്നു. മോനെ വേട്ടയാടുന്നു, മോഹൻലാലിൻ്റെ പേര് പറഞ്ഞ് വേട്ടയാടുന്നു, സിനിമയുടെ പേര് പറഞ്ഞ് വേട്ടയാടുന്നു, അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് മുഖ്യമന്ത്രിയെ പൊക്കി പറയുന്നത് അതാരാണ്? ഈ സുകുമാരൻ അല്ലേ? അപ്പം നമ്മുടെ പൃഥ്വിരാജിൻ്റെ മാതാവ് മുഖ്യമന്ത്രിയെ പൊക്കി പറയുന്നു, ഗുജറാത്തിനെ കുറ്റം പറയുന്നു, സംഘികൾക്ക് അത് ദഹിക്കുന്നില്ല. അപ്പോൾ സംഘിയും ഭരണകൂടനും ഇപ്പോൾ എമ്പുരാൻ്റെ നിർമ്മാതാക്കളുടെയും അത് കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കിയവരുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ സിനിമ ഒരു കലാസൃഷ്ടിയാണ്, അത് നടക്കേണ്ടതാണ്. പക്ഷേ അതിന് ആവശ്യത്തിലധികം ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടി അതിനെ
വൈഡ് പബ്ലിസിറ്റി നൽകി, വിമർശനങ്ങൾ ഉണ്ടാക്കി പബ്ലിസിറ്റി നൽകി ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള കരുതലുകൾ ചെയ്തതാണ് എമ്പുരാന് ഇപ്പോൾ പണിയായി തമ്പുരാൻ കോപിച്ച് ഇപ്പോൾ അമിത്ഷായും ടീമും എല്ലാം കൂടി അമിത്ഷായുടെയും തമ്പുരാൻ്റെയും ടീമെല്ലാം കൂടി ഇപ്പോൾ എമ്പുരാൻ്റെ നിർമ്മാതാക്കളുടെ പിറകെ ഇന്ന് റെയ്ഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിനിമ ഒരു സൈഡിൽ കൂടി പൈസ ഉണ്ടാക്കുന്നു, മറു സൈഡിൽ കൂടി ഉണ്ടാക്കിയ പൈസ പിടിച്ചു പറിക്കാൻ എമ്പുരാൻ പൈസ ഉണ്ടാക്കുമ്പോൾ തമ്പുരാൻ്റെ ആൾക്കാർ അതിനെ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പിറകേത് വരുന്നത്. അപ്പം കോലാഹലങ്ങളുടെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് എമ്പുരാൻ്റെ വാർത്തകൾ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും നന്ദി, നമസ്കാരം.